സോ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് അന്നും ഇന്നും എന്ന് പറയുന്നത് അല്ലെ. കാരണം ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് മുഴുവൻ ഇതാ ഈ കാണുന്ന വാഹനങ്ങളെ പറ്റിയാണ്. യെസ്, നമുക്കറിയാവുന്ന നമ്മുടെ സൈക്കിൾ ആയിക്കോട്ടെ, ഓട്ടോ, ജീപ്പ്, ബസ് അല്ലെ, അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ ട്രെയിൻ അല്ലെ, ഇന്നും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൗതുകത്തോടെ നോക്കുന്ന നമ്മളുടെ വിമാനം, നമ്മുടെ എയ്റോപ്ലെയിൻ, അങ്ങനെ എല്ലാ തരത്തിലുള്ള വാഹനങ്ങളെ പറ്റിയും ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം പണ്ടുള്ള ആളുകളൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് നടന്നുകൊണ്ട് പോയിരുന്ന സ്ഥലത്തൊക്കെ ഇന്ന് വാഹനത്തിൽ കയറി നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ വാഹനം കൊണ്ടുള്ള പ്രയോജനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, നമുക്ക് യാത്ര ചെയ്യാൻ അല്ലെ, സുഖകരമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് തന്നെ ദൂര സ്ഥലത്തേക്കൊക്കെ വളരെ വേഗത്തിൽ എത്തിപ്പെടാനായിട്ട് ഈ പറയുന്ന വാഹനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാധനങ്ങൾ കൊണ്ടുപോകാനും അല്ലെ, കാരണം പണ്ടുള്ള ആളുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ തലയിലൊക്കെ ചുമന്നിട്ടായിരുന്നു സാധനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, വേറെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും, എത്ര വലിയ സാധനങ്ങളാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഈ പറയുന്ന വാഹനത്തിന്റെ സഹായത്തോടു കൂടി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അല്ലെ. ചരക്ക് വാഹനങ്ങളൊക്കെ മക്കൾ കണ്ടിട്ടുണ്ടാവും, റോഡിലൂടെ പോകുന്ന വലിയ വാഹനങ്ങളൊക്കെ മക്കൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ വാഹനങ്ങളുടെ കണ്ടുപിടുത്തം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അപ്പൊ വാഹനം കൊണ്ടുള്ള പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാനും, അതുപോലെ നമുക്ക് ദൂരസ്ഥലത്തൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാനും, സാധനങ്ങൾ കൊണ്ടുപോകാനും അല്ലെ. അതുപോലെ ഒരു അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പണ്ടൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണല്ലേ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെങ്കിൽ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ആംബുലൻസ് പോലെയുള്ള വാഹന സൗകര്യങ്ങൾ നമുക്കുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രയോജനപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ മിസ് ഇവിടെ പറയാൻ പോകുന്നത്, ഇത് നമ്മൾ പറഞ്ഞ കുറേ വാഹനങ്ങളുടെ പേരൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഈ വാഹനത്തിനൊക്കെ ചില വാഹനങ്ങളിലൊക്കെ എന്താണ്, പെട്രോൾ, ഡീസൽ പോലെയുള്ള ഇന്ധനങ്ങളൊക്കെ ആവശ്യമാണ്. ഈ ഇന്ധനമൊന്നും ഇല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല അല്ലെ, പ്രവർത്തിക്കില്ല. നമ്മൾ തന്നെ വാഹനത്തിൽ പോകുന്ന സമയത്ത് പെട്രോൾ പമ്പിലൊക്കെ കയറാറില്ലേ, മക്കള് കണ്ടിട്ടില്ലേ. അപ്പൊ ഈ ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണ്ടേ. അങ്ങനെയുള്ള കുറച്ച് പേരെയാണ് ഇതാ മിസ് ഇവിടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇതാ നമ്മുടെ വഞ്ചി അല്ലെ, നമ്മുടെ തോണിയാണ്. എന്താ നമ്മുടെ കുതിരവണ്ടി ആയിക്കോട്ടെ, കാളവണ്ടി ആയിക്കോട്ടെ, നമ്മളെല്ലാരും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മക്കൾ എല്ലാവരും ഉപയോഗിക്കുന്ന നമ്മുടെ സൈക്കിൾ ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണ്, ഇതിന് ഈ പറഞ്ഞ പെട്രോള്, ഡീസൽ പോലെയുള്ള ഇന്ധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അപ്പൊ എന്റെ മക്കളോട് ഇന്ധനം ആവശ്യമില്ലാത്ത കുറച്ച് വാഹനങ്ങളുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതിൽ ആര് വേണമെങ്കിലും മക്കൾക്ക് എന്ത് ചെയ്യാം, പേരെഴുതി കൊടുക്കാം. അപ്പൊ ഈ ചോദ്യം മക്കൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഒരുപാട് വർഷം അല്ലെ, അല്ലെങ്കിൽ ഒരുപാട് ചോദ്യ പേപ്പറുകളിൽ, പല ചോദ്യ പേപ്പറുകളിലായിട്ട് ഈ ചോദ്യം കണ്ടിട്ടുണ്ട്. സോ മക്കൾ മറക്കരുത്, തോണി, കുതിരവണ്ടി, കാളവണ്ടി, അതുപോലെ തന്നെ നമ്മുടെ സൈക്കിൾ, ഇതിനൊക്കെ പ്രത്യേകത എന്താണ്, പെട്രോള്, ഡീസൽ പോലെയുള്ള ഇന്ധനങ്ങളൊന്നും ഇത് പ്രവർത്തിക്കാൻ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇനിയും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതൊക്കെയായിട്ട് മിസ് വീണ്ടും വരാം. അപ്പൊ എന്റെ മക്കൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.